നമസ്കാരം. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സില് ഗബ്രി അണ്ണന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. ഒരുവിധം ആ പറയുന്ന ആരാണ് നമ്മുടെ ഈ ഇന്റർവ്യൂർ അല്ലെങ്കിൽ ആങ്കർ എന്ത് ചെയ്യണം, ഒരു ക്ലാപ്പ് കൊടുക്കണം. കൊള്ളാണ്, നീ ഇത്രയെങ്കിലും ചോദിച്ചല്ലോ. ഗബ്രിയുടെ വാ അടച്ചിട്ടുള്ള മറുപടിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഗബ്രി അവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താണ് പലയിടത്തും ഈ ഓൺലൈൻ മീഡിയാസ് വരുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാര്യം ചോദിച്ചാൽ ഇവിടെ കൂടി തിരിഞ്ഞ് അവിടെ കൂടി തിരിഞ്ഞ് ആ ക്വസ്റ്റിൽ നിന്ന് വിട്ട് വേറൊരു ക്വസ്റ്റിനിലേക്ക് പോയി വേറൊരു ആൻസർ കൊടുത്ത് ലാസ്റ്റ് ചോദിച്ചവൻ എന്നെ ഞാൻ എന്ത് ക്വസ്റ്റിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് എന്ത് ക്വസ്റ്റിനാണ് ചോദിച്ചു എന്ന് ആക്കി തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി ഗബ്രിക്കുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ചോദിച്ചതിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇതിന്റെ ഉത്തരം പറയാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടി കറങ്ങി അവിടെ കൂടി ചെട്ടി നെയ്യാറ്റിങ്കര വഴി കാട്ടാക്കട വഴി കറങ്ങി വന്നിട്ട് വേറെ എന്തെങ്കിലും ഉത്തരം പറയും. ഈ നിൽക്കുന്ന ആങ്കർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ പക്ഷെ ഇവിടെ അവൻ കൃത്യമായിട്ട് അവൻ പിടിക്കുന്നുണ്ട്. ഈ പറയുന്ന ജാസ്മിന്റെ റിലേഷനെ കുറിച്ചും ഈ പറയുന്ന അഫ്സലിനെ കുറിച്ചും ഒക്കെ ചെയ്യും. നമുക്ക് ആദ്യം കുറച്ച് ക്ലിപ്പ് അതിന്റെ കാണാം. ഓക്കെ, ജാസ്മിൻ അടുത്ത് ഓൾറെഡി പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ജാസ്മിൻ അവിടെ എത്തുമ്പോൾ ആരുടെ കമ്മിറ്റഡ് ആണ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് പറഞ്ഞ സമയമുണ്ടായിരുന്നു. ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ട്, അതായത് കരഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയി ഫുള്ളി മെന്റൽ ബ്രേക്ക് ഡൗൺ സ്റ്റേജിലാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും നിർത്ത് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അത് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓൾറെഡി ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ. അതിൽ ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു. ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തുടക്കത്തിൽ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കമ്മിറ്റഡ് ആണെന്നുള്ള വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. റിലേഷൻഷിപ്പിലാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു തരത്തിൽ കമ്മിറ്റ്മെന്റ് അല്ലേ? ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട്, തിരിച്ചു ചെന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് ആവാം. കമ്മിറ്റ്മെന്റ് തന്നെയല്ലേ? കല്യാണം ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട്. ഗബ്രി കോഴിക്ക് ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട്. ഗബ്രിയുടെ ചോദിച്ചാൽ നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് സംഭവം ജാസ്മിൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ എടുത്തു വിടുമ്പോഴാണ് ഗബ്രി പറയുന്നത് അത് കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ എപ്പോഴാ പറഞ്ഞത്? അന്ന് അവൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ കിടന്ന് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നെ എന്ത് ചെയ്ത് ഇനിയെങ്കിലും വെറുതെ വിടൂ എന്ന് അപ്പോഴാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആങ്കർ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു. അതിന്റെ കൂടെ അവൾ പറഞ്ഞ മറ്റൊരു കേസുണ്ട്, ഞാൻ ഇത് മുമ്പേ ആരടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ വെച്ച് ആ ലെവലിലാണ്. നിങ്ങൾ ഒന്നും കൂടി ഇത് കണ്ടാൽ മനസ്സിലാവും. അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ അടുത്ത് കമ്മിറ്റഡ് എന്നല്ല പറഞ്ഞത്, വേറെ എന്താ പറഞ്ഞത്, ഞാൻ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്, തിരിച്ചു പോയിട്ട് കല്യാണം നടത്തേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഉടനെ വിട്ടില്ല. ആര് വിട്ടില്ല? നമ്മുടെ ആങ്കർ വിട്ടില്ല. ആങ്കർ വീട്ടിൽ ചോദിച്ചു അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണാണ്, തിരിച്ചു പോയിട്ട് കല്യാണമാണെന്ന് പറയുമ്പോൾ അതിന്റെ ഈ ഇംഗ്ലീഷിന്റെ മലയാളം തന്നെയാണ് കല്യാണം ഉറപ്പിക്കുക എന്നുള്ളതാണ് കമ്മിറ്റഡ്. മനസ്സിലായി? ഉറപ്പിച്ചു വയ്ക്കുക. അപ്പൊ അത് തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അവിടെയും പാവം ഗബ്രി അണ്ണന്റെ വാ അടഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയും കൂടി കേൾക്കാം. അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. സമീപനത്തിൽ ജാസ്മിൻ ആയിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും ഇപ്പൊ ഇവൻ ടച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ? കിസ് ചെയ്യുന്നത് തെറ്റാണോ? കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് തെറ്റല്ല. അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നേരത്തെ എന്തുകൊണ്ട് അതാണ് തെറ്റ്? ഇപ്പൊ ബ്രോ പറഞ്ഞതാണ് തെറ്റ്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് ഓൾറെഡി പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ജനവിധി മാനിക്കുന്നു എന്നുള്ളത്. ഈ ജനവിധി മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ എങ്ങനെയൊക്കെ അവരുടെ വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും കൂടി ഉൾക്കൊള്ളുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോഴാണല്ലോ ജനവിധി മാനിക്കുക. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊടുന്നതും തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110% അങ്ങനെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ ചോദിക്കുന്നത്, ആരോടല്ലോ ചോദിക്കുന്നത്. അപ്പൊ സൊസൈറ്റി ആ പയ്യൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയോ? അവന് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ആ പയ്യന് ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അതും പറയുന്ന വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇമോഷണലി വീക്ക് ആവും. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് മെന്റലി നമുക്ക് അത്രയും ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് പറ്റാത്ത ഒരാളാണെങ്കിൽ. ഓക്കെ, അപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ മറ്റേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ പോയി കാണുന്നു. സൂപ്പറായിട്ട് 2 പാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പോയി കാണുക. അപ്പോ ഇവിടെ ഇവന്റെ അടുത്ത് പറയുന്നത്, അതായത് ഇങ്ങനെ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോയി ഇങ്ങനെ തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗബ്രി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നത് തെറ്റാണോ, ഉമ്മ വയ്ക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും ഉമ്മ വയ്ക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും നിങ്ങളെ ഫ്രണ്ട്സിനെ ഉമ്മ വെക്കാറുണ്ടോ? വെക്കാറില്ല. മറ്റേ ആങ്കർ പറയും ഇല്ല ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് ആങ്കർ പറയുന്നത്. അപ്പൊ ഇവൻ പറയും ഞാനത് ചെയ്യാറുണ്ട്, ഞാനത് ഉമ്മ വെക്കാറുണ്ട് എന്നും
പിന്നെ അങ്ങനെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ചെയ്തതിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഫ്സല് എന്ത് ചെയ്തു? അഫ്സല് പിന്നീട് അവനെ വിട്ടിട്ട്, അതായത് കല്യാണം കഴിക്കാമെന്ന് ഉറപ്പിച്ചിരുന്ന അഫ്സല് എന്തുകൊണ്ട് അവളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഉടനെ ഞാൻ പറഞ്ഞത് അത് അവന്റെ അടുത്ത് ചോദിക്കണം എന്നുള്ളതാണ്. അതായത് അത് എന്റെ അടുത്തല്ല ചോദിക്കാനുള്ളത്, അത് അവന്റെ അടുത്ത് ചോദിക്കണമെന്നാണ് ഗബ്രി പറഞ്ഞ ന്യായം. ഇതിനകത്ത് രണ്ടാം പാട്ടില് ഗബ്രിയിലൂടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട് ഇവൻ. അതായത് നിങ്ങളാണ് ആ സ്ഥാനത്തായിരുന്നുവെങ്കിൽ, അതായത് ഈ അഫ്സലിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ അവിടെ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുത്തില്ല. അതായത് അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സ്വഭാവം അതാണെങ്കിൽ, ഞാൻ കെട്ടാൻ വേണ്ട പെണ്ണ് സോഷ്യലി അല്ലെങ്കിൽ പിന്നീട് നോർമലി അങ്ങനെയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അങ്ങനെയുള്ള ഒരാളെ അവൻ എന്ത് ചെയ്യില്ല, ഒന്നാമത്തെ കേസ് തന്റെ കുടുംബത്തിലേക്ക് എടുത്തു വരത്തില്ല, അവന്റെ ലൈഫിലേക്ക് കൊണ്ടുവരത്തില്ല. ഇനി അവളെ ഒരു ഈ ലെവലിൽ പോകുന്ന ഒരു വ്യക്തിയാണ് മുമ്പേ അറിയാം. കാരണം ഇവളിങ്ങനെയാണ്, എല്ലായിടത്തും പോയി കണ്ണി കാണുന്നവർക്ക് എല്ലാവർക്കും ഉമ്മയും കിസ്സും കാര്യങ്ങളും വേണമെങ്കിലും റൂം വരെ ഷെയർ ചെയ്യുന്ന ഒരു കൊച്ചാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ അവൾ വേറെ അടുത്ത് പോയി അങ്ങനെ ഒരു സംഭവം ചെയ്താലും എനിക്ക് പ്രശ്നമില്ലെന്നാണ് ഗബ്രിക്ക പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവൻ വീണ്ടും അതിന്റെ കൂട്ടത്ത് പറയുന്ന മറ്റൊരു കേസുണ്ട്. അതായത് പിന്നീട് അവിടെ പോയി പ്രണയം തോന്നിക്കഴിഞ്ഞാൽ തെറ്റാണ്. അതായത് ഒരു പുറത്തു നിന്ന് ഒരു കമ്മിറ്റഡ് ആയിട്ട് അകത്ത് പോയി മറ്റൊരാളോട് പ്രണയം തോന്നുന്നത് തെറ്റാണ് എന്നുള്ളത്. പക്ഷെ അവിടെ ആങ്കർ എടുത്ത് ചോദിക്കാൻ വിട്ടുപോയി, അപ്പൊ ജാസ്മിന് പ്രണയം തോന്നിയിട്ടില്ലേ, ജാസ്മിൻ പ്രണയമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ തെറ്റല്ലേ, അതെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള. പിന്നെ ഇവൻ ഇതിന്റെ പറഞ്ഞു വരുന്ന രീതിയിൽ പറയുന്ന മറ്റൊരു കേസ്, അതായത് ഞാനും ജാസ്മിനും നിങ്ങൾ ഇനി പ്രണയിക്കോ പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് കൃത്യമായിട്ട് ഉത്തരം പറയില്ല. അതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, ജാസ്മിൻ പുറത്തിറങ്ങട്ടെ എന്നിട്ട് പറയാമെന്നും. അഫ്സൽ എന്തുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഈ പറഞ്ഞ ഇതിൽ നിന്ന് മാറിയും ചോദിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് കുറെ മനംനൊന്തായിരിക്കും, കുറെ വിഷമം വന്നായിരിക്കും അവൻ ഈ പറയുന്ന ഇതിൽ നിന്ന് മാറിയത്. അല്ല, അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക്, അഫ്സൽ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് കണ്ടാണ് ഇവൻ മാറിയതെന്നാണ് ഇവൻ പറയുന്നത്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. അഫ്സലിന് ഈ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന കുറെ, അതായത് ഇവരെ തമ്മിലുള്ള കുറെ ഇത് കണ്ട് ആൾക്കാർ വന്ന് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ മനംനൊന്താണ് ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ എനിക്കിനി വേണ്ട എന്നുള്ളൊരു തീരുമാനം അഫ്സൽ എടുത്തതായിട്ടാണ് ഈ പറയുന്ന ഗബ്രി പറയുന്നത്. അപ്പൊ ഗബ്രിയുടെ ബോഡി ലാംഗ്വേജിലും ഗബ്രി പറയാതെ പറയാൻ ശ്രമിക്കുന്നതും ഗബ്രി ആയിരുന്നു എങ്കിൽ ഈ സ്ഥാനത്ത് എന്ത് ചെയ്യില്ല, പറ്റത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഈ കാണിച്ചതെല്ലാം, ഈ പറയുന്ന എല്ലാ കാമക്കൂത്തുകളും അത് തെറ്റ് തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ച് പലതരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളാണ് ഇവൻ പറയുന്നത്. എന്റെ വീട്ടുകാരും എന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ലെന്ന്. വെണ്ടൻ, അത് നീ അങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, മനസ്സിലായോ? നീ അങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞു. കാരണം നിന്റെ വീട്ടുകാരെന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം അവരെന്തായിരിക്കും. തന്നെ മോൻ ചെയ്തത് പോലെ സൂപ്പറാണ് എന്ന് ഊഹിക്കാം. നമുക്ക് ഒരു അമ്മയ്ക്കല്ല ഒരു അച്ഛനും ഏത് രീതിയിലാണ് സംസാരിച്ചതെന്ന് ഊഹിക്കാം, മനസ്സിലായി. അപ്പൊ അത് നീ ഇവിടെ വന്ന് കള്ളം പറഞ്ഞിട്ടൊന്നും ആവശ്യമില്ല. അപ്പോ ഇതിന്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ ന്യായീകരിച്ച് മെഴുകി തന്റെ തെറ്റ്, തന്റെ കാമകേളികളെ ന്യായീകരിക്കാൻ നോക്കി അവസാനം പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഈ ആങ്കറിന് നമുക്ക് കൈയ്യടി കൊടുക്കണം. ആങ്കറിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഈ ആങ്കർ ഒരു കാര്യം കൂടി ചോദിക്കും, എപ്പോഴെപ്പോഴും പറയുന്ന ഒരു കേസുണ്ട്, കൈ പിടിക്കുന്നതും പിന്നീട് ഈ പറയുന്ന ഉമ്മ വയ്ക്കുന്നതും തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് പറയാൻ വരുന്നത് അപ്പൊ കടിക്കുന്നതോ, നിന്റെയൊക്കെ വായിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് അതല്ലേ ചോദിക്കാറ്. നിങ്ങൾ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഇത് വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അപ്പൊ കടിക്കുന്നതോ, കൈ പിടിക്കുന്നത് ശരി, ഉമ്മ വെക്കുന്നത് ശരി, ഓക്കെ, അവന് കടിയായിട്ട് അവൻ ലോകം മൊത്തം കിടന്ന് ഇത് ചെയ്യുമെന്ന് അവൻ പറയണത്. അവനല്ല, അവന്റെ പെണ്ണ് ഇതേപോലെ വന്ന് നോട്ടവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവൻ വാളും എടുത്തോണ്ട് ഫസ്റ്റ് വെട്ടാൻ പോണേ അവനായിരിക്കും. ഇപ്പൊ അവൻ പറയണേ അവന് പുറത്ത് കമ്മിറ്റഡ് ഒന്നും ഇല്ലെന്ന്. പണ്ട് അതിനകത്ത് വെച്ച് പറഞ്ഞതാണ്, എന്താണ് ഓസ്ട്രേലിയ ഏതോ ഒരുത്തി ഉണ്ടെന്ന്. ഇപ്പൊ ആ ഓസ്ട്രേലിയക്കാരും കളഞ്ഞിട്ട് പോയി കാണും. കാരണം അവന്റെ പേക്കൂത്ത് കണ്ട് അവള് വരൂ, അവള് കളഞ്ഞിട്ട് പോയി. ഇപ്പം പറയണ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നതാണ്. ഇനിയിപ്പം ജാസ്മിനെ നീ ജാസ്മിനെ കിട്ടണം. അമ്മയാണ് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, നീ ജാസ്മിനെ കെട്ടണം. നിങ്ങൾ സുഖിച്ച് ജീവിക്കണ കണ്ടാൽ മതി. ഭർത്താവേ, നിനക്ക് അത്രയ്ക്ക് നീ ആണാണെങ്കിൽ, നീ ഇത് കാണിച്ചതെല്ലാം നല്ലതാണെന്നുണ്ടെങ്കിൽ, നീ ഒരു കോഴിയല്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്നറിയടാ, ചങ്കൂറ്റത്തോടെ അവളെ കിട്ടണം. അവൾ എന്തായാലും കിട്ടാത്ത, അവൾ ഇപ്പോഴും പറഞ്ഞ എനിക്ക് എനിക്ക് സ്നേഹമാണ്, എനിക്ക് പിന്നെ ഗബ്രി ഇല്ലാതെ പറ്റില്ല, ഗബ്രി ഒരുപാട് മിസ്. ചെന്നുടനെ ഗബ്രിയുടെ വീട്ടിലേക്ക് നേരെ കയറി പോവുക. അങ്ങനെ നിങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻസ് അതൊക്കെ നിങ്ങളൊരു മാതൃകയായി കൊടുക്കട്ടെ. ഇതൊന്നുമല്ല ഒരു പുതിയൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലോ, ഭാര്യ ഉണ്ടെങ്കിലോ, ഭർത്താവ് ഉണ്ടെങ്കിലോ, അവിടെ വന്ന ആത്മാർത്ഥമായ പ്രണയം നമ്മൾ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് പേളി മാണിയെയും നമ്മൾ സീനീഷിനെയും പോലെ നമ്മൾ തെളിയിക്കുമെന്ന് പറഞ്ഞ് കെട്ടിക്കാണിയിട അപ്പുട്ടയാണ്.
നീ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ പറയുന്നത്, നമുക്ക് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കല്യാണം റിലേഷൻ തോന്നി അപ്പോഴത്തെ ഇഷ്ടത്തിന് നമ്മൾ ഒക്കെ എല്ലാം ചെയ്യും, പക്ഷെ റിലേഷനിലേക്ക് വരാൻ ചാൻസ് ഇല്ല, ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗബ്രി അങ്ങനെ ഇരുന്ന് മെഴുകുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ. സത്യം പറഞ്ഞാൽ ഈ ആങ്കർ നല്ല രീതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട്. ആങ്കറിന് ഒരു ക്ലാപ്പ് കൊടുക്കണം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ആങ്കർ വീണ്ടും വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് കാണുന്ന ഒരാളടുത്താണ് ഇവൻ വന്നിരിക്കുന്നുവെങ്കിൽ അമ്മയുടെ അവൻ വാ തുറക്കില്ല. അങ്ങനെ വാ അടച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളെ ചോദിക്കുന്ന ചോദ്യത്തിന് അവൻ മറുപടി തരണം. അവന്റെ ഫ്രണ്ടിൽ വെച്ച് ചോദിക്കണം, നിന്റെ കാമുകയാണ് ഇവിടെ വന്നിരുന്ന് അതിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ വെറുതെ. അവൻ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കൈ കണ്ട, എന്റെ കൈ ഇവിടം തൊട്ട് ഇതുവരെ നീ കടിച്ച പാടുകളാണ്. എന്തുകൊണ്ട് ആങ്കർ ചോദിച്ചില്ല? ആങ്കർ അവിടെ ചോദിച്ചാൽ എന്റെ വാ അടഞ്ഞന്നെ, എന്റെ കൈ മുഴുവൻ നീ കടിച്ച പാടുകളാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോണ്ട് നിൽക്കാൻ ആർക്ക്, ഏതെങ്കിലും കാമുകനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയോ ഭർത്താവോ ഇത് സഹിക്കുമോ? അത്രയ്ക്ക് പുരോഗമനവാദം നിനക്ക് മാത്രമേ സ്വന്തം കാര്യം, നിനക്കത് യൂസ് ചെയ്യുക അങ്ങ് പോയി. നിന്റെ സ്വന്തം കാര്യം, നിന്റെ സ്വന്തം ഭാര്യയോ നിന്റെ സ്വന്തം സഹോദരിയോ നിനക്ക് നിന്റെ കാമുകയോ അവര് ചെയ്യുമ്പോഴേ നിനക്ക് കത്തത്തുള്ളൂ. അപ്പോഴേ നിനക്ക് സദാചാര ബോധമൊക്കെ വരത്തുള്ളൂ. അപ്പോഴാണ് നീ കൊണ്ട് കുരു പൊട്ടുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.